നമസ്കാരം. അൻവറിന്റെ സമ്മർദ്ദ തന്ത്രത്തിന് വഴങ്ങാതെ കോൺഗ്രസ് ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതോടെ അൻവറിന് വലിയ നിരാശ. UDF പ്രവേശനം ലഭിക്കാത്തതാണ് അൻവറിനെ നിരാശനാക്കിയത്. എന്നാൽ PV അൻവർ UDFിന്റെ ഭാഗമാകുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. അക്കാര്യത്തിൽ തീരുമാനമായതാണെന്നും എങ്ങനെയാണ് UDFിന്റെ ഭാഗമാക്കേണ്ടത് എന്ന് എല്ലാവരുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും സതീശൻ പറഞ്ഞു. ഉടനെ തന്നെ അത് സംബന്ധിച്ച് പ്രഖ്യാപനം ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഏത് UDF സ്ഥാനാർത്ഥി വന്നാലും പിന്തുണയ്ക്കുമെന്നും UDF വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും അൻവർ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നില്ലേ എന്നും സതീശൻ ചോദിച്ചു. അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകുമെന്ന തരത്തിലുള്ള സാങ്കല്പിക വാർത്തകളോട് പ്രതികരിക്കാനില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ആര്യാടൻ ഷൗക്കത്തിനെ UDF സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിനു ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. അതേസമയം പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ തന്നെ UDF സ്ഥാനാർത്ഥിക്കെതിരെ അൻവർ രംഗത്ത് വന്നതോടെ അദ്ദേഹത്തിന്റെ UDF പ്രവേശന സാധ്യതയും കുറഞ്ഞിരിക്കുകയാണ്. തോന്നിയതുപോലെ അഭിപ്രായം പറയുന്ന അൻവറിനെ UDFിന്റെ ഭാഗമാക്കുന്നതിൽ വലിയ എതിർപ്പ് കോൺഗ്രസിലുണ്ട്. ആ എതിർപ്പിന് ആക്കം കൂട്ടുന്ന വിധത്തിലാണ് അൻവറിൽ നിന്നും പ്രസ്താവന ഉണ്ടായിരിക്കുന്നത്. UDF സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ അതൃപ്തി വ്യക്തമാക്കിയ അൻവർ ആര്യാടൻ ഷൗക്കത്തിന് നിലമ്പൂരിലെ ജനങ്ങൾക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞു. ഗോഡ്ഫാദർ ഇല്ലാത്തതിനാൽ കോൺഗ്രസിൽ VS ജോയി തഴയപ്പെട്ടുവെന്ന് PV അൻവർ പരസ്യമായി തുറന്നടിച്ചു. CPM സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകാൻ ആര്യാടൻ ഷൗക്കത്ത് ശ്രമിച്ചെന്ന ഗുരുതര ആരോപണവും അൻവർ ഉയർത്തി. ആര്യാടൻ ഷൗക്കത്തിനെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ അംഗീകരിക്കാനാകില്ലെന്ന CPM പ്രാദേശിക ഘടകങ്ങൾ തീരുമാനമെടുത്തതോടെ അതില്ലാതെയായി. നിലമ്പൂരിലെയും മലയോര മേഖലയിലെയും സാഹചര്യം ഉന്നയിക്കാൻ കഴിയുന്ന വ്യക്തി എന്ന നിലയിലാണ് അവരുടെ പ്രശ്നങ്ങൾ അറിയുന്ന ആളെന്ന നിലയിൽ VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് UDFിൽ ആവശ്യപ്പെട്ടത്. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്നും ഒരു പ്രതിനിധി ഈ മണ്ഡലത്തിൽ നിന്നും ഈ അടുത്ത് ഉണ്ടായിട്ടില്ല. മലയോര മേഖലയിലെ UDFിന്റെ അനുകൂല സാഹചര്യം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ പരിഗണിക്കാതിരുന്നതോടെ നഷ്ടപ്പെട്ടുപോയി. VS ജോയിയുടെ അത് മാറ്റിയെടുക്കാമായിരുന്നുവെന്നും അൻവർ പറഞ്ഞു. UDF ഇത് പരിഗണിക്കുമെന്ന് കരുതിയിരുന്നു. VS ജോയിയെ പിന്തുണയ്ക്കാൻ തക്ക നിലയിലുള്ള ഒരു നേതൃത്വം കോൺഗ്രസിൽ ഇല്ലാതെ പോയി. ജോയിയെ മാറ്റി നിർത്തുന്നതിലൂടെ ആ വിഭാഗത്തെയാണ് മാറ്റി നിർത്തുന്നത്. മലയോര കർഷകരെയാണ് മാറ്റി നിർത്തുന്നത്. കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന മേഖലയാണ് മലയോര കർഷകരുടേത്. അവരെ അവഗണിക്കാൻ പാടില്ലായിരുന്നുവെന്നും അൻവർ തുറന്നടിച്ചു. പാർട്ടി നേതൃത്വവുമായി കൂടിയാലോചിച്ചതിനു ശേഷം മാത്രമേ TMC മത്സരിക്കണമോ എന്ന കാര്യത്തിൽ തീരുമാനമാവുകയുള്ളൂ. കോൺഗ്രസ് തന്റെ ആവശ്യങ്ങൾ പരിഗണിക്കാത്തതിന്റെ അതൃപ്തി പ്രകടിപ്പിച്ചിട്ട് എന്താണ് കാര്യമെന്ന ചോദ്യവും അൻവർ ഉയർത്തി. ഈ ഒരു ഘട്ടത്തിൽ പെട്ടെന്ന് മുന്നണി പ്രവേശനം വേണമെന്ന് പറഞ്ഞ് തിരക്ക് കൂട്ടേണ്ടതില്ല. താൻ അതിന് സമ്മർദ്ദം ചെലുത്തിയിട്ടില്ലെന്നും അൻവർ പറയുന്നു. ആര്യാടൻ ഷൗക്കത്തിനെ പ്രഖ്യാപിച്ച തീരുമാനം തീർത്തും കോൺഗ്രസിൻ്റെതാണ്. UDF നേതൃത്വത്തിന്റെ തീരുമാനം ഇതായിരുന്നെന്ന് കരുതുന്നില്ലെന്നും ഷൗക്കത്തിന് വിജയസാധ്യത കുറവാണെന്നും ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ച ശേഷം ബാക്കി കാര്യങ്ങൾ പറയാമെന്നും അൻവർ പറയുന്നു. ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള തീരുമാനം KPCC ഹൈക്കമാൻഡിനെ അറിയിച്ചതിന് തൊട്ട് പിന്നാലെയാണ് AICC ഔദ്യോഗിക പ്രഖ്യാപനവും വന്നത്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ് തീരുമാനം അറിയിച്ചത്. PV അൻവറിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ട എന്ന UDF തീരുമാനം ഹൈക്കമാൻഡും ശരിവെച്ചു. നിലമ്പൂരിൽ UDFിന് വിജയിക്കാനുള്ള സാഹചര്യമുണ്ടെന്നും യോഗത്തിൽ വിലയിരുത്തി. അൻവറിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ആര്യാടൻ ഷൗക്കത്തിനെ മാറ്റേണ്ടെന്നതാണ് നേതാക്കളുടെ തീരുമാനം. VS ജോയിയും ഷൗക്കത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതും അൻവറിന് തിരിച്ചടിയായി. ആര്യാടൻ മുഹമ്മദിന്റെ കുത്തക അവസാനിപ്പിച്ച് 2016 ഇടതു സ്വതന്ത്രനായി മത്സരിച്ച PV അൻവർ നിലമ്പൂർ പിടിച്ചെടുത്തത്. പിണറായി സത്തെ തകർക്കാനായി ആര് UDF സ്ഥാനാർത്ഥിയായാലും പിന്തുണയ്ക്കുമെന്നായിരുന്നു നേരത്തെ അൻവർ അറിയിച്ചിരുന്നത്. എന്നാൽ പിന്നീട് മലക്കം അറിയുകയായിരുന്നു.